അപ്പം ലവലി വെച്ചു, ഞാൻ ടേസ്റ്റ് നോക്കാം. എനിക്ക് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കി പറഞ്ഞേ. നീയും കഴിക്കാൻ കുടിക്കട്ടോ, ഞാൻ തന്നെ ചോറ് കൂടി തിന്നുമെന്ന് വിചാരിച്ചിട്ട് ഞെട്ടിപ്പോവും. നല്ല കറി കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാ. ഹലോ, ഞാൻ ലെസ്ലി. ഞാൻ ലവലി. ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് നല്ല അടിപൊളി ഒരു വിഭവമായിട്ട്. ഇന്നെന്താ ലവലി ഉണ്ടാക്കണേ? ഇന്ന് നമുക്കിപ്പോൾ എല്ലാവർക്കും ചോറ് ഇറങ്ങാനൊക്കെ ഈ മീനിൻ്റെ മണം മലയാളികൾക്കൊരു മീനിൻ്റെ മണം വേണം ചോറ് ഇറങ്ങണമെങ്കിൽ. അപ്പോൾ ആ മീൻ കറിയുടെ അതേ ടേസ്റ്റ് ഒരു കോവയ്ക്കാക്കറി എന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മീനൊന്നും ഇല്ലെങ്കിൽ ചില ദിവസം നമുക്ക് മീനൊന്നും മേടിക്കാൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പുറത്ത് പോയാൽ അങ്ങാടി പോയാൽ ചിലപ്പോൾ മീനൊക്കെ തീർന്നു പോയിട്ടുണ്ട്. ചിലർക്ക് ചാറ് വേണം ചോറുണ്ടെങ്കിൽ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ വീടുകളിൽ കോവയ്ക്കൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് കോവയ്ക്കാക്കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നോ. കോവയ്ക്ക ഞങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 150 കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾ. പിന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി സാധാരണ മല്ലിയൊക്കെ ചേർത്താലും ചിലർക്കൊന്നും മല്ലി ചേർക്കുന്ന ഇഷ്ടമുണ്ടായില്ല. എന്നാൽ ഇതിന് ഒരല്പം മല്ലിപ്പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് ദിവസത്തേനൊന്നും നമ്മൾ ഈ കറി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ അന്നൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ ഒരു 10 അല്ലി ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, വാളംപുളി ഒരല്പം. ഇപ്പോൾ വാളംപുളി ചിലപ്പോൾ കുഴപ്പമില്ല. കൊടംപുളി ചൂടുവെള്ളത്തിലിട്ട് അതിൻ്റെ ആ ചാറുണ്ടല്ലോ അത് ലേശം ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ മീൻ കറിക്ക് ഇടുമല്ലോ. ഒരല്പം ഉലുവ, അതുപോലെ തന്നെ കടുക്, പിന്നെ ഒരു തേങ്ങ, കാൽ കപ്പ് തേങ്ങ നന്നായിട്ട് അരയ്ക്കണം അല്ലേ, അരച്ച് ചേർക്കണം. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം. നമുക്കതിന് വേണ്ടി ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എന്തോരം കടുക് ഇട്ട് കൊടുക്കണം? ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ മീൻക്ക് ഇടുന്ന പോലെ തന്നെ മീനിൻ്റെ അതെ. അതുപോലെ തന്നെ ഉലുവ ഇട്ട് കൊടുക്കണ്ടേ? ഉലുവ ഇടുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ. ചെറിയുള്ളി വേണ്ടേ? ചെറിയുള്ളി ഒന്ന് അരിച്ച് വെക്കണം. ഒരു 10 അല്ലി ചെറിയുള്ളി അരിയട്ടെ. കടുകുള്ളിയാണ് മീനിനൊക്കെ ടേസ്റ്റ് കൂട്ടുന്നത്. അതുപോലെ തന്നെ കോവയ്ക്കും ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഉലുവയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. 10 ചുള ചെറിയുള്ളി. കൂടെ തന്നെ നമ്മൾ എണ്ണ ഇട്ട് കൊടുക്കുന്ന ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടെ. പിന്നെയുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളി അല്ലേ. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളക് ഇടാം. പച്ചമുളക് ഒരു 4 പച്ചമുളക് കീറിയത്, നടുവേ കീറിയത് ചേർത്ത്. കൂടുതൽ എരിവ് വേണമെങ്കിൽ 2 എണ്ണം കൂടി ഇട്ട് കൊടുക്കാം അല്ലേ. 2 എണ്ണമൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റണം. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇനി നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ചേർക്കുവാണെങ്കിൽ അല്ലേ പെട്ടെന്ന് ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ കോവയ്ക്കൊക്കെ എല്ലാവരും നട്ടുപിടിപ്പിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ അപ്പം നമുക്ക് വീട്ടിലെ കോവയ്ക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അതെ അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് ചിലപ്പോൾ അല്ലെങ്കിൽ കുഴഞ്ഞൊക്കെ പോകല്ലേ. ഇപ്പോൾ പെട്ടെന്ന് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കോവയ്ക്കൊക്കെ എടുത്ത് കറി വെച്ചാൽ മതി അല്ലേ. അപ്പോൾ ചാറുകറി ആയിക്കോളും. വഴുന്നല്ലേ. ഇനി നമുക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എന്നെ ഇട്ട് കൊടുക്കാനുള്ള ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരെണ്ണം മതിയോ? ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ തക്കാളിയും ചെറിയുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. പച്ചമണമൊക്കെ മാറണം അല്ലേ. നന്നായിട്ട് വഴണ്ട് വരണം. വഴന്നിട്ടുണ്ടല്ലോ അല്ലേ. നന്നായിട്ട് പൊടികളുടെ അളവുകളൊക്കെ പറയണ്ടേ. മഞ്ഞപ്പൊടിയാണ് ആദ്യം ഇടുന്നത്. മഞ്ഞപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കണം. ഈ മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. മുളക് പൊടി വേണം. 1 ടീസ്പൂൺ മുളക് പൊടി. 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി അല്പം എരിവൊക്കെ കൂടുതലുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൂടെ കൂട്ടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓരോരുത്തരുടെ എടുക്കുന്നതിനനുസരിച്ച് തന്നെ വേണം. നമുക്ക് മല്ലിപ്പൊടിയും വേണം 1 ടീസ്പൂൺ. ചെറിയൊരു കൊഴുപ്പൊക്കെ കിട്ടാനായിരിക്കും അല്ലേ. അതെ.
ഇനി നമുക്ക് നന്നായിട്ടൊന്നിരുന്ന് ആ പച്ചമുളക് മാറി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്ക് തീയൊക്കെ ചെറുതീയിൽ കരിഞ്ഞു പോകരുത്. നന്നായിട്ട് ഇതൊന്ന് മുരിഞ്ഞ് വരണം. ആ മസാലയിൽ കിടന്ന് ഈ മുളകും ഇതെല്ലാം അതിൻ്റെ പച്ചമണം മാറി നന്നായിട്ട് മുരിഞ്ഞ് വരണം. ഇനി വന്നിട്ട് വേണം നമുക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കോവയ്ക്ക ഇനി നമുക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. നമുക്ക് കോവയ്ക്ക ചേർത്താലോ? ഇത് 150 ഗ്രാം കോവയ്ക്ക നീളത്തിൽ ഇതുപോലെ അരിയണം. അപ്പം അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചേർക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. കോവയ്ക്കൊക്കെ പിടിക്കാൻ വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്തേക്കാം അല്ലേ? ഉള്ളിയിട്ട സമയത്ത് ഒരല്പം ഇട്ടിട്ടുണ്ട്. അത് നോക്കണം കേട്ടോ, നോക്കി വെച്ചേ ഇടാവുള്ളൂ. കോവയ്ക്കയിലൊക്കെ അതിൻ്റെ ആ ഉപ്പ് പിടിച്ചാലല്ലേ ഒരു ടേസ്റ്റ് വരുവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പില്ലാത്ത കറിയായിപ്പോൾ. പിന്നെ കോവയ്ക്കൊക്കെ വേവാൻ അധിക സമയം വേണ്ട, കുറച്ച് സമയം മതിയല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. ഈ ചട്ടിയിൽ വെക്കുമ്പോൾ ഏത് കറിക്കും ഒരു ടേസ്റ്റാണ്. അപ്പോൾ മീൻകറി ചട്ടി ഒരു പ്രത്യേക മീനൊക്കെ പറ്റിച്ചറ വെക്കുമ്പോൾ അപ്പോൾ മീൻകറി പോലെ തന്നെ ടേസ്റ്റ് വരും ഈ കോവയ്ക്കക്കറി ചട്ടി വെച്ച് കഴിയുമ്പോൾ. ഇനി നമ്മൾ ചീച്ചിട്ടേക്കാൾ നല്ല ചട്ടിയാണ്. ഇനിയിപ്പോൾ എന്നാ ചേർത്ത് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങ എന്തോരം അളവല്ലേ? ഒരു അരമുറി തേങ്ങ നന്നായിട്ട് അരക്കണം. നല്ല കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്തതാണ് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് നമുക്ക് അല്പം വെള്ളം എന്തെങ്കിലും ചേർത്ത് ആവശ്യം വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു അരക്കപ്പ് വെള്ളം എടുത്ത് കൊടുക്കാം അല്ലേ? കാരണം കോവയ്ക്ക് ഒരു അല്പം കൂടി വെന്ത് കിട്ടണമല്ലോ, അതിനാവശ്യമായ വെള്ളം ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം മൂടി വെച്ച് വേവിക്കാൻ. അപ്പം ആ കൂട്ടത്തിൽ നമുക്ക് ഈ പുളിവെള്ളവും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അല്ലേ? പുളിവെള്ളവും ചേർത്ത് കൊടുക്കാം. പക്ഷെ തിളച്ച് കഴിഞ്ഞ് പിന്നെ നോക്കിയാൽ മതി പുളി വേണമെന്ന്. മീൻകറിക്ക് ആവശ്യമുള്ള പുളി മതി അല്ലേ? മതി. ഒത്തിരി മുന്നിട്ട് നിൽക്കരുത് പുളി. ചൂടുവെള്ളത്തിൽ കുതിർത്തതാകുമ്പോൾ പെട്ടെന്ന് അത് അരിഞ്ഞ് കിട്ടും അല്ലേ? ആവശ്യത്തിന് വെള്ളം തേങ്ങയൊക്കെ നമ്മൾ ചേർത്തു. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം 10 മിനിറ്റ് മതി മൊത്തം. അപ്പോൾ നമുക്ക് പാകമായിട്ട് വെന്ത് കിട്ടുണ്ടാവും. നമുക്ക് തുറന്ന് നോക്കാം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. റെഡിയായോ? നല്ല റെഡി ആയിട്ടുണ്ട്. പാകത്തിനൊക്കെ കുറുകി വന്നിട്ടുണ്ട്. പാകത്തിന് കുറുകി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും ചേർത്ത് കൊടുക്കാനുണ്ടോ? ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് സമയം നമ്മളവിടെ വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കത് സെർവ് ചെയ്യാം. കറിയൊക്കെ റെഡി ആയിട്ടുണ്ടല്ലേ? നമുക്ക് ടേസ്റ്റ് നോക്കണ്ടേ? ഞാൻ ചോറിൽ ഒഴിച്ച് തരാം. ഞാൻ ടേസ്റ്റ് ചെയ്യാം അല്ലേ? ചെയ്ത് നോക്കാം. അപ്പം ലവലി വെച്ചു, ഞാൻ ടേസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കി പറഞ്ഞേ. നീയും കഴിക്കാൻ കുടിക്കട്ടോ. ഞാൻ തന്നെ ചോറ് മുഴുവൻ തിന്നെന്ന് വിചാരിച്ചിട്ട് ഇത് ഞെട്ടിപ്പോവും. അതൊന്നും കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? നല്ല കറിയാട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും മീനിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ മീനൊക്കെ വില കൂടുതലാണെങ്കിൽ ഇതുപോലത്തെ 2 കോവയ്ക്കൊക്കെ വാങ്ങി ഞാൻ കറി വെച്ചാൽ മതി. തക്കാളിയും ഒക്കെ ചേർത്ത് മീനിൻ്റെ അകത്ത് നമ്മൾ സാധാരണ തക്കാളി ഇടാറുണ്ടല്ലോ ഇപ്പോൾ. ഉണ്ട്. അപ്പോൾ അതേ രുചി വരുന്നില്ലേ? അതുമല്ല, ഈ തക്കാളി ചേർക്കുന്നുണ്ട്, ഒരുപാട് പുളിയുടെ ആവശ്യമില്ല. നന്നായിട്ട് ആ തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അതിനകത്ത് അരച്ച് ചേർത്തിട്ടുകൊണ്ട് ആ ടേസ്റ്റൊക്കെ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. നല്ല കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ മീനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കോവയ്ക്കോ അതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ കിട്ടുവാണെങ്കിൽ ഇതേ രീതിയിലൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം ഇതേ രീതിയിലൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോകളിലൊക്കെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് വലിയ നീണ്ട കറികൾ, നീണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇതിനകത്ത്. കുറച്ച് സാധനങ്ങളൊക്കെ മാത്രം മതി. അപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പുറത്തൊക്കെ ചോറൊക്കെ കൊണ്ടുകൊണ്ട് ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. ബൈ.